കുട്ടിക്ക് ബോധവേ ഉണ്ടായിരുന്നില്ല. അവന്റെ വായിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. നെഞ്ച് ഫുള്ള് മേലിന്ന് താഴെ വരെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സെല്ലാം കീറി. അപ്പം ആദ്യം വന്ന ആ കുട്ടീനെ നമ്മള് നാട്ടിലെ കേരളം ഞെട്ടിച്ചോണ്ടൊരു അപകടം എങ്ങനെ നടന്നു? ടീച്ചറെ ദൃക്സാക്ഷിയാണ്. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ സത്യം പറഞ്ഞ അപകടം കറക്റ്റായിട്ട് കണ്ടു എന്നല്ല, അതിന് ശേഷമുള്ള സംഭവങ്ങളാണ് എനിക്കറിയാവുന്നത്. ഞാൻ ആ ടൈമിൽ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു സംഭവം നടന്നത്. നല്ലൊരു ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടു. നമുക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു സൈസ് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നോർമലി ഇപ്പം വണ്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവല്ലോ, ചില ബുള്ളറ്റ്സും അതിനൊക്കെ ഭയങ്കര സൗണ്ടാണ്. അപ്പൊ അത് എന്തോ ആണെന്ന് വിചാരിച്ചു. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം അപ്പൊ എന്റെ അമ്മൂമ്മയാണ് പറഞ്ഞത്, ഇപ്പൊ ഒരു ഭയങ്കര സ്പീഡിലൊരു ടിപ്പർ ലോറി പോയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഇനി അത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അത് ആ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഡോർ പറഞ്ഞ് ഗേറ്റ് തുറന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് അവിടെ ലോറി ഒരു വണ്ടി ടിപ്പർ മറിഞ്ഞു കിടക്കുന്നു, പിന്നെ കുറെ മണ്ണും. അപ്പൊ അവിടെ എല്ലാവരും ആരൊക്കെയോ ഓടിക്കൂടാൻ നോക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കുറെ അമ്മമാരായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ട്യൂഷനും സ്കൂളിലേക്കും ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാൻ വന്ന കുറെ പേരൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഓടി. ഞാൻ ഓടിച്ചെന്ന് അപ്പൊ കാണാൻ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ. ചിതറി മാറിയ കുറച്ച് സ്കൂൾ കുട്ടികളും അവരെ കൊണ്ടാക്കാൻ വന്ന പാരന്റ്സ് മാത്രമേ ഉള്ളൂ. കടകൾ ഓപ്പൺ ആയിട്ടില്ല, വണ്ടികളൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഒരു കുട്ടി, അവനെ ആദ്യം വലിച്ചു വെളിയിലിട്ടു. അവന്റെ കാല് മാത്രമേ ഉണ്ടായിരുന്നു മണ്ണിന്റെ അടിയിൽ, ബാക്കിയൊക്കെ വെളിയിലുണ്ടായിരുന്നു. അപ്പൊ അവന്റെ കാലൊന്ന് സ്ക്രാച്ച് ആയതേ ഉള്ളൂ. അവനെ കാല് വേദന ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് തൊട്ടപ്പുറത്ത് അപ്പൊ തന്നെ ഒരു ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിൽ കയറ്റി അവനെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫസ്റ്റ് പേഷ്യന്റ് അവനാണ്. അത് കഴിഞ്ഞ് നവീൻ എന്ന് കണ്ടാന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. അവനെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പം ഒരു കുട്ടിയുടെ അരഭാഗം തൊട്ട് താഴോട്ട് ഫുള്ള് മണ്ണിനടിയിലാണ്. മണ്ണും ബുള്ളറ്റ് അപ്പൊ അതെനിക്ക് ബുള്ളറ്റാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നാണ് മനസ്സിലായി ബുള്ളറ്റാന്ന്. അവന് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് ആന്റി രക്ഷിക്കെന്നും പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുക. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തലയുടെ ഹെഡിന്റെ മേൽഭാഗത്തുള്ള മുടി മാത്രമേ കാണുന്നുള്ളൂ, താഴ്ഭാഗം കാണുന്നില്ല. നോക്കിപ്പം ഈ ടിപ്പറിന്റെ മേളിൽ നമ്മൾ ഈ മണ്ണ് കൂനയാക്കിയിട്ട് അതിന്റെ മേളിലൊരു നെറ്റ് ഇടുമെന്ന് തോന്നുന്നു. ആ നെറ്റ് വന്നിട്ട് അതിന്റെ മണ്ടയിലായിരുന്നു മണ്ണെല്ലാം കൂടെ കിടന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, കുഴഞ്ഞ മണ്ണും കൂടെ ആയിരുന്നു. അപ്പം മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന സ്കൂൾ ബാഗിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്ത് കുട്ടിക്ക് കൊടുത്തു. അവന് കാല് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആൾക്ക് ആ തല മാത്രം കാണുമെന്ന് പറഞ്ഞ കുട്ടിക്ക് ബോധവേ ഉണ്ടായിരുന്നില്ല. അവന്റെ വായിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. നെഞ്ച് ഫുള്ള് മേലിന്ന് താഴെ വരെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സെല്ലാം കീറി. അപ്പം ആദ്യം വന്ന ആ കുട്ടീനെ നമ്മളെല്ലാവരുടെ വേറെ ആരുമില്ല, മാൻ പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പം ഈ ഫയർഫോഴ്സിനെ, ആംബുലൻസിനെയും പോലീസിനെ എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് കിട്ടി. അവരെല്ലാം പെട്ടെന്ന് വരാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ കൈ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു. അപ്പോഴത്തേനും ഓടി വന്ന പാരന്റ്സിനെ വെച്ചിട്ട് നമ്മൾ കൈ വെച്ച് മാന്തി അവനെ ആദ്യത്തെ ഒരാളെ പുറത്തെടുത്തു. അവനെ ഓട്ടോയിൽ, പിന്നെ ആ വഴി തന്നെ വന്ന് ഓട്ടോക്കാരനെ വിളിച്ചു നിർത്തി അതിൽ കയറി. അവന്റെ കാല്, ലെഫ്റ്റ് ലെഗ് മുട്ടിന് താഴെയായിട്ട് മൂന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നായിട്ട് ഒടിഞ്ഞെന്ന് വെച്ചാൽ ജസ്റ്റ് ഒടിഞ്ഞു മാത്രമല്ല, ഒടിഞ്ഞു മടങ്ങി വേറൊരു രൂപത്തിലായിരുന്നു. അത്രയും ഭയങ്കരമായിരുന്നു. നമുക്ക് നോക്കാൻ തോന്നത്തില്ല, ആ രീതിയിൽ ഒടിഞ്ഞു മടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറൊരാൾക്ക് വണ്ടിയിൽ കയറാൻ പറ്റില്ല, ആ രീതിയിൽ അവന്റെ കാല് വല്ലാണ്ടിരുന്നത്. രണ്ടാമത്തെ കുട്ടീനെ പുറകിൽ വന്ന വേറൊരു കാറ്. നമ്മൾ ആ സമയത്ത് സത്യത്തിൽ പറയണം, വഴിയെ വരുന്ന വണ്ടികൾ ചോര പറ്റുമെന്നാണോ മണ്ണ് പറ്റുമെന്നാണോ വിചാരിച്ച് ഒരു വണ്ടികൾ നിർത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരിൽ തന്നെ ആൾക്കാർ വീട്ടിൽ പോയി കാർ എടുത്തിട്ട് വന്ന ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വണ്ടി നിർത്തുന്നില്ല, കൈ കാണിച്ച് നിർത്തി, കുഞ്ഞുങ്ങളെ കൊണ്ട് നിന്നിട്ട് പോലും നിർത്തുന്നില്ലായിരുന്നു. രണ്ടാമത്തെ കുട്ടി അതുപോലെ തന്നെ കൊണ്ടുവന്നു. അവന് ബോധമില്ലായിരുന്നു, പക്ഷെ അവനെ കൊണ്ടുപോയി. ഞാൻ ആദ്യത്തെ കുട്ടീനെ ഞാനാണ് കൊണ്ടുപോയത്. ആ ഓട്ടോസ്റ്റാൻഡിന്റെ കൂടെ ഞാൻ മാത്രമേ പോയുള്ളൂ, കാരണം ബാക്കിയുള്ളവർ അവിടെ ഉണ്ടാവണമായിരുന്നു. ഞങ്ങൾ ഏകദേശം റെയിൽവേ സ്റ്റേഷനൊക്കെ എത്താറായപ്പോഴാണ് ഫസ്റ്റ് ഫയർഫോഴ്സും ഒരു 2-3 പോലീസ് ജീപ്പും 3-4 ഓളം ആംബുലൻസും ഉണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വിളിച്ച സമയം വെച്ച് നോക്കി അവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമുക്ക് 1-2 പേരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. 3 പേരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യം. കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കൊണ്ടാക്കിയിട്ട് ആദ്യമേ തന്നെ പറഞ്ഞു, ബാക്ക് ടു ബാക്ക് ആയിട്ട് കുട്ടികൾ ഉണ്ടാവും. എത്ര കുട്ടികൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ഒരു 10-12 പേര് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നവർ തന്നെ പറഞ്ഞ് കുറച്ച് കുട്ടികളുണ്ട്, ആരൊക്കെയോ ഉണ്ട് അതിനകത്ത്. ഒരു ബൈക്കും കൂടെ ഉള്ളത് കൊണ്ട് ബൈക്ക് യാത്രികൻ ആദ്യം വന്ന് ആ ഹരിലാൽ സാർ എന്ന് പറഞ്ഞ സാറിനെയാണ് ആദ്യം ഇടിച്ചിട്ടിട്ടാണ് ശേഷമാണ് ഈ കുട്ടികളുടെ മുകളിലോട്ട് പോകുന്നത്. അപ്പം വേറെ ആളുണ്ട്, നിങ്ങൾ സ്ട്രക്ചർ റെഡി ആക്കണം, എമർജൻസി ആണെന്ന് നമ്മൾ അവിടെ ഇൻഫോം ചെയ്തു ഓൾറെഡി.
അപ്പം അവർ അതിനനുസരിച്ച് ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് പെട്ടെന്ന് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആള് പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് പെട്ടെന്ന് വന്നു. എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ വന്നപ്പോഴത്തേനും പെട്ടെന്നായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിൽ നിന്ന് വിഷത്തിലായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോയി. വേറൊരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും ഫുള്ള് ക്രൗഡായി. അപ്പോഴത്തേനും ആൾക്കാരുണ്ടായി, ഒത്തിരി ആൾക്കാരായി. അപ്പോഴത്തേനും നമുക്ക് പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം പിന്നെ ഇപ്പം കൈപ്പത്തിയും കാലും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ആരുടെയോ കിട്ടി. എനിക്ക് അറിയില്ല, അത് ആരുടെയാന്ന് പോലും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ കാണേണ്ടി വന്നു. അവിടെ ഫുള്ള് മണ്ണ് മാറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അടിയിൽ നിന്ന് എടുത്ത് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഫുള്ള് ബ്ലഡ് ആയിരുന്നു. നമുക്കത് രാവിലെ നേരം വെളുത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിരുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിലായിരുന്നു. നമുക്ക് കരച്ചിൽ കൊണ്ട് കേട്ടിട്ടാണ് ഞാൻ ചേരുന്നത്. രക്ഷിക്കുന്നു പറഞ്ഞ് നില വിളിക്കുവാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അടിയിൽ പോയിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പം ആ പേരൻസ് ഇവര് മണ്ണ് വീഴുന്നതും അല്ല ഈ വണ്ടി വന്ന് വീഴുന്നത് കണ്ടിട്ട് നിലവിളിച്ച് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര നിലവിളിയും ബഹളമായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ മരിച്ച സജീവ് എന്ന് പറയുന്ന ആ ചേട്ടന്റെ മോളെ തള്ളിയിട്ടിട്ടാണ് ആ ചേട്ടൻ അതിനകത്ത് പോയി. പക്ഷെ ആ ചേട്ടന് മാറാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പാരന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെ തന്നെ ബസ്സിൽ വിടാനല്ല അവരാരും വന്നത്. പാരന്റ്സ് കടയിൽ തന്നെ അവിടെ ഇവിടെ നിന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നതാ. അപ്പൊ പേരൻസ് എല്ലാം അവരുടെ കൺമുമ്പിൽ തന്നെ കാണേണ്ടി വന്നു ഇതെല്ലാം. ഭയങ്കര ദയാനകമായ ഒരു അവസ്ഥയായിരുന്നു. രാവിലെ തൊട്ട് ഇന്നലെ രാത്രി വരെയും അവിടെ ആളും ബഹളവും ഒക്കെ ആയിരുന്നു. ഒരാളുടെ ശവസംസ്കാരം കഴിഞ്ഞു. ഇന്ന് ആ പാർത്ഥിവിന്റെ ആണ്. ഹരിലാൽ സാറിന്റെ രാവിലെ ബോഡി കൊണ്ടുപോകുന്നതും കണ്ടു. നമ്മൾ കണ്ടു, അതിലേക്കൂടാണ് കൊണ്ടുപോയത്. കാണേണ്ടി വന്നു. അത് ഇനി സത്യം പറഞ്ഞ ആ റൂട്ടില് കൂടുതലും ടിപ്പർ ലോറീസ് ഉണ്ട്. ടിപ്പർ ലോറി പാഞ്ഞു പോകുന്ന മാത്രമല്ല തടിവണ്ടികൾ ഓവർലോഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾസ് അതിലേക്കൂടെ പോകുന്നുണ്ട്. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള, കാരണം അവിടെ ലൈൻ കമ്പി വളരെ താന്നിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ ഇവർ പൊട്ടിച്ചിട്ടിട്ട് പോകാറുണ്ട് പലപ്പോഴും. തടിവണ്ടിയോ അല്ലെങ്കിൽ ഉയരം കൂടിയോ ഹെവി വെഹിക്കിൾ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ അത് പല പ്രാവശ്യവും ഈ ലൈൻ കട്ട് ചെയ്ത് അവിടെ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. മേ ബി ഈ ഹൈവേന്ന് മാറിയിട്ട് പോക്കറ്റ് റോഡൊക്കെ ആയതുകൊണ്ടായിരിക്കും അതിലേക്കൂടെ കൂടുതൽ വെഹിക്കിൾസ് പോകുന്നത്. ഇനിയെങ്കിലും സത്യത്തിൽ ഇത്രയും ഒരു വലിയ അപകടം ഉണ്ടായതിനു ശേഷമെങ്കിലും അതിനൊരു റെമഡി സത്യത്തിൽ ഉണ്ടാക്കണം. അതേ ഉള്ളൂ റിക്വസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു അപകടം ഒരിടത്ത് ഉണ്ടാവാൻ പാടില്ല. അവിടെ നിന്നല്ല, ഒരിടത്ത് ഉണ്ടാവാൻ പാടില്ല. ഹെവി വെഹിക്കിൾസ് സൂക്ഷിക്കുക. അവര് അതിന്റെ അടിയിലുണ്ടെന്ന് ഉറപ്പായിരുന്നു. മരിച്ച 3 പേരോ? 3 പേരില്ല, ആ മണ്ണിന്റെ അടിയിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാര് നമ്മളെല്ലാരും കൂടെ നിന്ന് സംസാരിക്കണം. അവിടെ തന്നെ നിന്ന് കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ച കുട്ടികളുണ്ട്. എന്റെ വീടിന് തൊട്ട് മേലുള്ള കുട്ടി, അവള് ജസ്റ്റ് ഒന്ന് മാറി നിന്നേ, അവള് അങ്ങോട്ട് സൈഡിലോട്ട് നിന്ന സമയത്താണ് മണ്ണ് വീണ്. ഈ മണ്ണും വണ്ടിയും വന്ന് വീഴുന്ന കണ്ടിട്ട് പേടിച്ച് അവള് വീട്ടിലോട്ട് ഓടുന്ന വഴി തന്നെ 2-3 പ്രാവശ്യം അവള് വീണു. വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പാനിക്കായി കുട്ടി. അപ്പം കണ്ട കുട്ടികള് പറയുന്നുണ്ട് അവിടെ ആളുണ്ടായിരുന്നു, ഇന്ന ഋഷികേശ് ഉണ്ടായിരുന്നു, നവനീത ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവൻ അതിനടിയിലാന്ന് കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ കൂടെ ഇന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ പേരൻസ് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം, അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ഇന്ന ആൾക്കാർ അതിനകത്തുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ഓരോരുത്തരെ ഇങ്ങനെ ബോഡിയായിട്ട് വലിച്ചെടുക്കുമ്പോഴേ നമുക്ക് അവരുടെ മുഖം മൊത്തവും ചെളിയും ബ്ലഡും ആയിരിക്കും. അപ്പം ആ പാരന്റ്സിനോട് പറയാൻ പറ്റില്ല, നിങ്ങളുടെ കുട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊന്നും പറയാതെ തന്നെ എല്ലാവരെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പലരുടെയും ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പാരന്റ്സ് വന്നിട്ടാണ് ചെയ്തത്. ഗണേഷ് കുമാർ മന്ത്രി വന്നപ്പോഴേ പിള്ളേര് ഗണേഷ് കുമാർ മന്ത്രി അടുത്ത് പറഞ്ഞു ഹമ്പ് വേണം, ക്യാമറ വേണം. തീർച്ചയായിട്ടും ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അവിടുത്തെ ഒരു ഹമ്പ് ഒക്കെ എത്രത്തോളം അതൊന്നും എനിക്കറിയില്ല. അതിന്റെ ആ സൈഡ് വശങ്ങള് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അവിടെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിലേക്കൂടെയുള്ള ഹെവി വെഹിക്കിളിന്റെ ഹൈറ്റ് ഭയങ്കര ഹൈറ്റിലാണ് പോകുന്നത്. ലൈൻ കമ്പീസ് പല പ്രാവശ്യം പൊട്ടി വീണിട്ടുണ്ട്. അവിടെ ഇവിടുത്തെ കൊട്ടാരക്കര KSEB ചോദിച്ചാൽ അറിയായിരിക്കും അവർ എത്ര പ്രാവശ്യം വന്ന് അത് കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ആ വളവിൽ തന്നെ മിറർ, നമ്മൾ ഈ സൈഡിലൊരു റൗണ്ട് മിറർ വെക്കുമല്ലോ, ആ കോർണർ ആയതുകൊണ്ട് അത് തന്നെ പല പ്രാവശ്യവും ഈ സാമൂഹ്യ വിരുദ്ധര് കൊണ്ടുവന്ന് അത് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സംഘങ്ങളൊക്കെ ചിലപ്പം പിരിവിട്ടിട്ടാണ് അത് വെക്കുന്നത്. അത് ആ വളവ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി അതിലേക്കൂടെ ഹെവി വെഹിക്കിൾ വരുമ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാന്നേ ഉള്ളൂ അദ്ദേഹത്തിനോട് പറയാനായിട്ട്.